ഹായ് എവരി വൺ. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രോബ്ലത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്തറിഞ്ഞിരിക്കണം? അതിൻ്റെ തിയറി പോർഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, P(n) എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. അത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെൻ n = 1 എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം എഴുതുക. അപ്പോൾ നമുക്ക് ലഭിക്കും P(1) is true. അതായത് നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതുക. സംഭവം അതിലുള്ള മാറ്റേഴ്സ് വരേണ്ട ഇവയൊക്കെയാണ്. ആദ്യം n = 1, അപ്പോൾ നമുക്ക് P(1) is true എന്ന് ലഭിക്കും. അതായത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും തരും. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ആയിരിക്കും പ്രൂവ് ചെയ്യേണ്ടി വരിക. P(1) ട്രൂ ആണെന്ന് ലഭിക്കും. അസ്യൂമിങ് ദാറ്റ് P(k) is true. എന്നിട്ട് P(k)ൻ്റെ ഓരോ കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് യൂസിങ് P(k) is true, it has to be proved that P(k) + 1 is true. അപ്പോൾ P(k) വെച്ചിട്ട് നമ്മൾ P(k + 1) ട്രൂ ആണെന്ന് തെളിയിക്കണം. അതായത് അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതുക. അതാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ ക്വസ്റ്റ്യനിലും ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ സെയിം ആയിരിക്കും. എന്നിട്ട് ഫൈനലി P(k + 1) is true എന്ന് ലഭിക്കും. എന്നിട്ട് നമ്മൾ പറയാം therefore by principle of mathematical induction P(n) is true for all natural numbers, അല്ലെങ്കിൽ for all n element of n എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ സെൻറ്റൻസുകൾ ഇതൊക്കെയാണ് അതിൽ വരേണ്ട കാര്യങ്ങൾ. അത് നിങ്ങളുടേതായ ഭാഷയിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ച ഭാഷയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോ സെൻറ്റൻസുകളും എഴുതുക. അപ്പോൾ ഇതിൽ വരുന്ന സ്റ്റെപ്പുകൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ആദ്യം n = 1 ഉള്ളത്, പിന്നെ P(k), പിന്നെ P(k + 1), അങ്ങനെ ഓരോന്ന്. എന്നിട്ട് ഫൈനലി ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രൂവ് ചെയ്യുക. അങ്ങനെ എൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് മാത്രമേ ചെയ്യുള്ളൂ? P(k)യിൽ നിന്ന് എങ്ങനെ P(k + 1) ട്രൂ ആണെന്നുള്ള ആ ഒരു സംഭവത്തിലോട്ട് എങ്ങനെ എത്തിച്ചേരാന്നുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2 + 3 + etc. n less than 1/8 2n + 1 whole square. അപ്പം ഇതാണ് തന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം P(k) ട്രൂ ആണെന്നുള്ള സംഭവം എഴുതും. P(k) ട്രൂ ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ n എന്ന് മാറ്റി നമുക്ക് k, അതായത് ഓരോ സ്റ്റെപ്പുകൾ എഴുതാം. നമ്മൾ എങ്ങനെ ചെയ്യുന്നു മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ P(k) എന്നുള്ളത് നമ്മൾ എഴുതി. ഇനി ഇതിൽ നിന്ന് P(k + 1) ട്രൂ ആണ് നമ്മൾ തെളിയിക്കണം. P(k + 1) ട്രൂ ആണെന്നുള്ളത് തെളിയിക്കണം. അപ്പോൾ എങ്ങനെ നോക്കാം? P(k + 1) എന്ത് വരും? 3 + etc. k + 1. അപ്പോൾ ഇത് ഏതിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും? k + 1 ലെസ് ദാൻ ഏതിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും? ലെസ് ദാൻ 1/8 2k + 1 whole square k + 1. ഇതിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കുമല്ലോ. അതായത് ഇതിലേക്ക് ഒരു k + 1 ആഡ് ചെയ്താൽ ഇവിടെ ഒരു k + 1 ആഡ് ചെയ്ത പോലെ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാൾ ലെസ് ദാൻ ആണ്. ഇനി നമ്മൾ ഏതിലോട്ടാണ് എത്തിച്ചേരേണ്ടത്? ഈ ഒരു k + 1 ലെസ് ദാൻ 2 × k + 1 ആ രൂപത്തിലോട്ടാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഈക്വൽ ടു എന്താണ്? 1/8 അല്ലെങ്കിൽ 2k + 1 whole square 2k + 1 whole square + 8k + 8 8k + 8/8 ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലോട്ടാണ് നമ്മൾ എത്തിക്കേണ്ടത്? 1/8 2 × k + 1 + 1 whole square ആ രൂപത്തിലോട്ട്. അപ്പോൾ 1/8 എന്നുള്ള സംഭവം ഇവിടെ ഉണ്ട്. ഇനി മുകളിൽ ഉള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നോക്കാം. ഇത് 2k + 1 whole square എന്ന് പറയുന്നത് 4k² + 4k + 1 + 8k + 8/8. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇത് താഴെ എഴുതാനുള്ള സ്റ്റെപ്പുകളാണ്. ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. 4k² + 12k + 9/8.
ഇനി ഇതെന്താണ് സംഭവം? 4k² + 12k + 9 എന്ന് പറയുന്നത് 2k + 3 ഹോൾ സ്ക്വയർ ആണ്. 2k + 3 ഹോൾ സ്ക്വയർ ബൈ 8. 2k + 3 ഹോൾ സ്ക്വയർ. 2k + 3 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഇത് 3², ഇത് 2k ഹോൾ സ്ക്വയർ, അതുപോലെ 2 × 2k × 3 എന്ന് പറയുന്നത് 12k. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2k + 3 ഹോൾ സ്ക്വയർ, അതിവിടെ എഴുതി. അപ്പോൾ ഈ 2k + 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് അതിന് എന്തായിട്ട് എഴുതാം? 2k + 2 + 1 ഹോൾ സ്ക്വയർ ബൈ 8. അതിനെന്തായിട്ട് എഴുതാം? 2 × k + 1 + 1 ബൈ 8 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ലഭിച്ചു? ഇത് ലെസ് ദാൻ ഇതിന് ലഭിച്ചു. ഇതിന് ഈക്വൽ ആണ് ഈ ഒരു സംഭവം. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഫൈനലി വേണമെങ്കിൽ എടുത്ത് എഴുതാം, ഇത് ദാറ്റ് ഈസ് ഇത് ലെസ് ദാൻ ഈ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ലഭിച്ചു. 1/8 2 × k + 1 + 1 ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? P(k + 1) ട്രൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഏതുപോലെ തന്നെയാണ്, നമ്മളിവിടെ ഈക്വൽ ടു എന്നുള്ളത് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു സിമ്പിൾ ഇതാന്ന് ആവുന്നു എന്ന് മാത്രം. അതായത് ശ്രദ്ധിക്കുക, സിമ്പിളിനനുസരിച്ച് ചെയ്യുക. പക്ഷേ ചെയ്യുമ്പോൾ ഏത് രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈക്വൽ ടു എന്നുള്ള സംഭവം ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. n × n + 1 × n + 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. n × n + 1 × n + 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു ഇത് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ കെൻ്റെ ടൈമിൽ എഴുതുമ്പോൾ k × k + 1 × k + 5 = 3d. ഈ d എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ. k × k + 1 × k + 5 = 3d എന്ന് എടുക്കാം. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് ഒരു 3d ആ രൂപത്തിലായിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ള നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് = 3d ആണെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതിയാൽ k × ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ലഭിക്കും? k² + 5k + k + 5 = 3d. ഇതൊന്നുകൂടി അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുകയാണെങ്കിൽ ഇത് 6k ഇത് 6k + 5 എന്നാവും. 6k + 5. ഇനി ഒന്നുകൂടി ഇതാക്കി എഴുതുകയാണെങ്കിൽ k ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ k³ + 6k² + 5k. k³ + 6k² + 5k = 3d എന്ന് ലഭിക്കും. അതായത് ഇത് = എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇനി k + 1 ആകുമ്പോൾ എന്തായിരിക്കും വരിക? k + 1 × k + 2 × k + 6 ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ k² + 2k + k പറയുന്നത് 3k, k² + 3k + 2 × k + 5 = k³ + 5k² + 3k² + 15k + 2k + 10 = k³ + 5k² + 3k² എന്ന് പറയുന്നത് 8k² + 17k + 10 സോറി, ഇവിടെ k + 6 എന്നാണ്. k + 6 എന്നാണ്. അപ്പോൾ എന്ത് വരും? k³ + 6k², k³ + 6k² + 3k² + 12k, സോറി 3k² + 18k + 2k + 12. ഇനി ഇതെന്ത് വരും? k³ + 9, k² + 20k + 12. ആദ്യം ഈ ടേം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കാം. k³ + 6k² + 5k. കാരണം അതെന്താണ്? അതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് അറിയാം. അതായത് ഇത് മൊത്തത്തിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് നമുക്ക് എത്തിക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു ടൈം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ആ ടൈം മൾട്ടിപ്പിൾ ഓഫ് 3. ഇനി ബാക്കിയുള്ള എങ്ങനെയെങ്കിലും മൾട്ടിപ്പിൾ ഓഫ് 3 ആക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കാം. അതേ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാൻ നമ്മളേക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് അറിയുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് k³ + 6k² + 5k അത് ആദ്യം എഴുതി. ഇനി എന്ത് ബാക്കി ഉണ്ടാവും? 6k² എന്നായി. അപ്പോൾ ബാക്കി 3k² എന്നുണ്ടാവും. 5k എന്ന് എഴുതി. അപ്പോൾ 15k എന്നുണ്ടാവും. അതുപോലെ ഈ 12 ബാക്കി ഉണ്ടാവും. അതെന്ത് ലഭിക്കും? അത്
ഇത് കെ ക്യൂബ് 6k² എന്ന് പറയുന്നത് 3D. ഇനി ഇവിടെ ഒരു 3 കോമൺ എടുത്താൽ 3 ഇൻറ്റു k² + 5k + 4 k² + 5k + 4. ഇനി ഇവിടുന്ന് 3 കോമൺ എടുത്താൽ d + k² + 5k + 4. അപ്പം എന്ത് ലഭിച്ചു? 3 ഇൻറ്റു സംതിങ് ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതിൻ്റെ അർത്ഥം p of k + 1 ട്രൂ ആണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനി ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് 2n + 7 n + 3 2. അതായത് എക്സസൈസിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ഇതിനു മുമ്പ് 2 വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിൽ ചില ക്വസ്റ്റ്യൻസ് മാത്രം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, അതായത് ആ ടൈപ്പ് എക്സാമിന് വരാൻ ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടില്ല. എക്സസൈസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ നോക്കാം? ആദ്യം കെൻ്റെ ടേംസിൽ 2k + 7 k + 3 2. ഇനി അതായത് p of k ട്രൂ ആണെന്നാണ് നമ്മൾ തുടങ്ങല്. ഇനി നമുക്ക് നോക്കാം k + 1 വരുന്ന കേസിൽ 2 ഇൻറ്റു k + 1 + 7. k + 1 കേസിൽ 2 ഇൻറ്റു k + 1 + 7 അത് ഈക്വൽ ടു എന്താണ്? 2k + 2 + 7. അപ്പോൾ ഇത് ഈക്വൽ ടു 2k + 2 + 7. ഇത് ലെസ് ദാൻ എന്തായിരിക്കും? k + 3 2 + 2. ഇത് ലെസ് ദാൻ k + 3 2 + 2. അതായത് 2k + 7 എന്ന് പറയുന്നത് ലെസ് ദാൻ k + 3 2 ആണ്. അപ്പോൾ 2k + 7നോട് 2 കൂട്ടിയത് ഇതിനോട് 2 കൂട്ടിയതിനോട് ലെസ് ദാൻ ആയിരിക്കും. ഇനി ഇത് ഈക്വൽ ടു എന്താ നോക്കാം. ഇത് k² + 6k + 6k + 9 k² + 6k + 9 + 2 k² + 6k + 9 + 2 എന്ത് ലഭിക്കും? k² + 6k + 11 k² + 6k + 11. ഇതിന് നമുക്ക് ഇവിടെ ഒരു k + 4 2 ആ രൂപത്തിലോട്ട് എത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? k + 4 2 എന്താണ്? k² + 8k + 16. അപ്പോൾ ഇവിടെ 8k ആവണമെങ്കിൽ ഇവിടെ 6k എന്നാവണമെങ്കിൽ -2k, അതുപോലെ +16 11 ആവണമെന്നുണ്ടെങ്കിൽ -5. അപ്പോൾ ഇതിനെ k² + 8k + 16 -2k -5 എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു എന്ത് വരും? ഇത് k + 4 2 മൈനസ് ഓഫ് 2k + 5 -2k + 5. അപ്പോൾ നമുക്ക് എന്താ ലഭിച്ച്? ഇത് ഈക്വൽ ടു ഇത് പറഞ്ഞു, അത് ലെസ് ദാൻ ഇതാണെന്ന് പറഞ്ഞു. അതായത് ഇത് ലെസ് ദാൻ ഈ ഒരു സംഭവം എന്നാണ് നമുക്ക് ഫൈനലി ലഭിച്ചത്. നമുക്ക് ഫൈനലി ലഭിച്ചത് എന്താണ്? 2 ഇൻറ്റു k + 1 + 7 ലെസ് ദാൻ k + 4 2 -2k + 5. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 ഇൻറ്റു k + 1 + 7 ലെസ് ദാൻ ഇതേ മൈനസ് ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. 2k + 5 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ടും അതിനേക്കാളും ലെസ് ദാൻ ആണ് ഇത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനേക്കാളും എങ്ങനെയായാലും ലെസ് ദാൻ ആയിരിക്കും. അതായത് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ 3 < 5 എന്ന് പറഞ്ഞു. 3 < 5 എന്ന് പറഞ്ഞു. ഇനി 3 < 5 നമുക്കറിയാം. അതുപോലെ 3 < 5 - 1 തന്നു. 3 < 5 - 1 ഇവിടെ മൈനസ് ഒരു പോസിറ്റീവ് നമ്പറാണ്. മൈനസ് അതിന് ശേഷം ഒരു പോസിറ്റീവ് നമ്പർ 1 എന്നുള്ള നമ്പർ. അപ്പോൾ 3 < 5 - 1 പറഞ്ഞാൽ 3 < 4 എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇത് നോക്കാം. അതായത് 3 < 5 - 1 അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? 3 എന്നുള്ളത് 5 നിന്ന് 1 കുറച്ചതിനേക്കാളും കുറവാണ്. അതായത് 4നേക്കാളും. അപ്പോൾ ഈ 5നേക്കാളും എങ്ങനെയായാലും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും മനസ്സിലാവും. ഇത് ഒഴിവാക്കിയാലും അതിനേക്കാളും കുറവായിരിക്കും എന്ത്? 2 ഇൻറ്റു k + 1 + 7 ലെസ് ദാൻ k + 4 2. ഇനി k + 4 എന്ന് പറയുന്നത് എന്താണ്? k + 1 + 3. അടുത്ത സ്റ്റെപ്പിൽ, അതായത് ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇതെല്ലാം k + 1 + 3. അപ്പോൾ നമുക്ക് ലഭിച്ചു 2 ഇൻറ്റു k + 1 + 7 ലെസ് ദാൻ, അതായത് 2 ഇൻറ്റു k + 1 + 7 ലെസ് ദാൻ എന്താണ്? k + 1 + 3.
അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ആ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈ ലെസ് ദാൻ്റെ മുമ്പും ശേഷമുള്ളതിനൊക്കെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ് ലഭിച്ചത് നമുക്ക് 2 × k+1 + 7 ലെസ് ദാൻ k+1 + 3 ഹോൾ സ്ക്വയർ. അപ്പോൾ പി ഓഫ് k+1 ട്രൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. എക്സസൈസ് എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടില്ല, എന്നാലും ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എങ്ങനെയാണ് പി ഓഫ് കെ അറിയാം, അതിൽ നിന്ന് പി ഓഫ് k+1 എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എല്ലാത്തിനും ഒരുപോലെയാണ്, സ്റ്റെപ്പുകളെല്ലാം ഒരുപോലെയാണ്. സെൻറ്റൻസുകൾ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. ആ ഒരു സ്റ്റെപ്പ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യുന്നുള്ള ഒരു പ്രൊസീജിയർ, ആ പ്രൊസീജിയർ അറിഞ്ഞിരിക്കുക. എന്നതിന് ശേഷം പിന്നെയുള്ള ഓരോ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ എന്ത് പഠിച്ചു വെച്ചാൽ മതി, എങ്ങനെ അതിലോട്ട് എത്തിച്ചേരാന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതായത് പി ഓഫ് കെ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് പി ഓഫ് k+1 ട്രൂ ആണെന്ന് എങ്ങനെ പി ഓഫ് കെ ഉപയോഗിച്ചിട്ടൊക്കെ എങ്ങനെ ട്രൂ ആണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ ഇനി മിസ്സലേനിയസ് പ്രോബ്ലംസ് അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെയാണ് മെയിനായിട്ട് എക്സസൈസിൻ്റെ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രോബ്ലം സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഓരോന്നും സെൻറ്റൻസുകളായിട്ട് സ്റ്റെപ്പുകളായിട്ട് വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ എന്ത് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, പി ഓഫ് കെയിൽ നിന്ന് എങ്ങനെ പി ഓഫ് k+1 എത്തിച്ചേരാമെന്ന് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എക്സാമിന് എഴുതുമ്പോൾ എല്ലാം സെൻറ്റൻസുകളും സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രോബ്ലം സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.